2020 ലോകകപ്പിൽ പങ്കെടുക്കുന്നതിൽ നാടകീയത തുടർന്ന് പാകിസ്ഥാൻ വെള്ളിയാഴ്ചയോ അടുത്ത മാസം 2-നോ തീരുമാനമെടുക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മോഹ്സിൻ നഖ്വി അറിയിച്ചു. 2026 2020 ലോകകപ്പിൽ അനിശ്ചിതത്വങ്ങൾ തുടർക്കഥയാവുകയാണ്. ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കിയ ബംഗ്ലാദേശിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പിന്മാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ICC നടപടിയിൽ ഭയന്ന് ടീമിനെ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം സർക്കാരിന്റേതാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനം വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ എടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് PCB അധ്യക്ഷൻ മോഹ്സിൻ നഖ്വി. അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചെന്നും ടൂർണമെന്റിൽ കളിക്കുന്നതിൽ സർക്കാർ അന്തിമ ഉത്തരവിറക്കുമെന്നും പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ നഖ്വി പറഞ്ഞു. ഇന്ത്യയുമായുള്ള മത്സരം കളിക്കണമോ എന്നതിൽ സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ടെന്നും നഖ്വി കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കില്ലെന്നും PCB അധ്യക്ഷൻ വ്യക്തമാക്കി. കൊളംബോയിൽ ഫെബ്രുവരി 15-നാണ് നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനിടെ PCBയുടെ നിലപാടിൽ ICC കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ലോകകപ്പിൽ നിന്ന് PCB പിന്മാറിയാൽ കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. ICCയുടെ അംഗരാജ്യങ്ങളുമായുള്ള പരമ്പരകൾ വിലക്കാനും ഏഷ്യ കപ്പ് അടക്കമുള്ള ടൂർണമെന്റുകളിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. കൂടാതെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന വിദേശ താരങ്ങൾക്ക് NOC നൽകരുതെന്നും അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടാനും ICCക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ വരുമാനത്തിന് കാര്യമായ നഷ്ടമുണ്ടാവും. നേരത്തെ ബംഗ്ലാദേശിനെ പുറത്താക്കിയതിന് ICCയെ രൂക്ഷ ഭാഷയിൽ മോഹ്സിൻ നഖ്വി വിമർശിച്ചിരുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.